അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. മൈക്രോസോഫ്റ്റ് അവരുടെ കമ്പ്യൂട്ടറുകൾ വെള്ളത്തിലേക്ക് തള്ളിവിടുകയാണ്. പക്ഷേ എന്തിനാണ് മൈക്രോസോഫ്റ്റ് പോലെയുള്ള ഒരു കമ്പനി ഇത് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹേ ഗായ്സ്, ടോക്ക് ടെക് മലയാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു സെറ്റപ്പ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ പറയാറുണ്ട് ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് വളരെ ബോറിംഗ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അലങ്കോലങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്തിനാണ് മൈക്രോസോഫ്റ്റ് ഇത് ചെയ്യുന്നത്? അപ്പോൾ ഒരു കാര്യം ഞാൻ ഇപ്പോൾ തന്നെ ക്ലിയർ ആക്കാം. മൈക്രോസോഫ്റ്റ് അവരുടെ PC പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് അല്ല ഈ വെള്ളത്തിലേക്ക് എറിയുന്നത്, പക്ഷേ അവരുടെ ഡാറ്റാ സെൻ്ററാണ്. നിങ്ങളിപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോട്ടോസ് ഗൂഗിൾ ഫോട്ടോസിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങളുടെ ഫോട്ടോസ് ക്ലൗഡ് സ്റ്റോറേജിലേക്ക് മാറ്റുകയാണ്. അതായത് ഗൂഗിളിൻ്റെ ഡാറ്റാ സെൻറ്ററിലേക്ക് നിങ്ങൾ ആ ഫോട്ടോസ് മാറ്റുകയാണ്. അതുപോലെയുള്ള ഒരു ഡാറ്റാ സെൻറ്റർ മൈക്രോസോഫ്റ്റിനുമുണ്ട്. ആ ഡാറ്റാ സെൻറ്ററാണ് അവർ വെള്ളത്തിലേക്ക് ഇടുന്നത്. അതിലുള്ള സെർവറുകളെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്നാണ് വിളിക്കാറ്. അങ്ങനെയാണ് ഞാൻ കമ്പ്യൂട്ടേഴ്സ് വെള്ളത്തിലിടുന്നത് എന്ന് പറഞ്ഞത്. ഓക്കെ, പക്ഷേ എന്തിനാണ് മൈക്രോസോഫ്റ്റ് ഇത് ചെയ്യുന്നത്? നമ്മൾ ആദ്യം ഇത് കേൾക്കുമ്പോൾ ഇതൊരു വിഡ്ഢിത്തരമാണെന്ന് നമ്മൾക്ക് തോന്നുമെങ്കിലും കുറച്ചുകൂടി ഡീപ്പായിട്ട് ചിന്തിച്ചാൽ ഇതൊരു നല്ല ഡിസിഷൻ തന്നെയാണ്. കാരണം ഒരു ഡാറ്റാ സെൻറ്ററിൽ സ്റ്റോർ ചെയ്യുന്നത് മില്യൺസ് ഓഫ് ആൾക്കാരുടെ ഇൻഫർമേഷനാണ്. അത്രയും ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ കുറേ കമ്പ്യൂട്ടറുകളുടെ ആവശ്യം വരും. മില്യൺസ് ഓഫ് സെർവേഴ്സാണ് മൈക്രോസോഫ്റ്റിൻ്റെ ഡാറ്റാ സെൻറ്ററിൽ അവർക്ക് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് തിങ്, ഇതിന് ആയിട്ട് കുറേ സ്ഥലം വേണ്ടി വരും. അപ്പോൾ ഇവരിത് കടലിലേക്ക് ഇടുന്നതോടെ അവർക്ക് ആ സ്ഥലത്തിൻ്റെ പൈസ ലാഭിക്കാൻ പറ്റും. പക്ഷേ അതായിരുന്നില്ല അവരെ മെയിൻ ഇൻറ്റൻഷൻ. ഇത് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂളിംഗ് ആണ്. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇതിനിടെ ഇറങ്ങിയ സാംസങ് ഗാലക്സി നോട്ട് 9 ലിക്വിഡ് കൂളിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. അതുമാത്രമല്ല പല ഗെയിമേഴ്സും അതുപോലെ കമ്പ്യൂട്ടർ അധികം ഉപയോഗിക്കുന്ന ആൾക്കാരും അവരുടെ PC-കളിൽ ലിക്വിഡ് കൂളിംഗ് ഫിക്സ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്തിനാണ് ഇത് ചെയ്യുന്നത്? നമ്മുടെ PC വളരെയധികം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ചൂടാകുന്നു. ഇങ്ങനെ നമ്മുടെ PC ചൂടാകുമ്പോൾ പെർഫോമൻസ് കുറയുന്നു. ആ പെർഫോമൻസ് കുറയാതിരിക്കാനാണ് നമ്മൾ ഈ ലിക്വിഡ് കൂളിംഗ് വെക്കുന്നത്. ലിക്വിഡ് കൂളിങ്ങിന് മുമ്പ് നമ്മുടെ PC-കളിൽ ഇതുണ്ടായിരുന്നു, പക്ഷേ ഫാനുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ലിക്വിഡ് കൂളിംഗ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയതുകൊണ്ടാണ് അതിപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ ഡാറ്റാ സെൻറ്റർ പോലുള്ള ഇത്ര വലിയൊരു ഡാറ്റാ സെൻറ്റർ വെറും ലിക്വിഡ് കൂളിംഗ് കൊണ്ട് കൂൾ ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം മില്യൺസ് ഓഫ് സെർവേഴ്സാണ് അവർക്കുള്ളത്. അപ്പോൾ ലിക്വിഡ് കൂളിംഗ് ഒരു നല്ല ആശയം അല്ല. പിന്നെ നമുക്കുള്ള ഏക ആശയം ഫാനുകളാണ്. പക്ഷേ ഇത്രയും അധികം ഫാനുകൾ ഇവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ഇവർക്ക് ഇലക്ട്രിസിറ്റിയുടെ കാശും കൂടുന്നു. അതുമാത്രമല്ല അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു കൂളിംഗ് പ്രോസസ്സും അവർക്ക് ലഭിക്കുന്നില്ല. പിന്നെ അവരുടെ കയ്യിൽ ആകെ ബാക്കിയുള്ള മാർഗം ഇവയെല്ലാം നേരെ കടലിലേക്ക് എറിയുകയാണ്. അതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും, ഇങ്ങനൊരു ഐഡിയ കൊണ്ട് എത്ര പൈസയാണ് അവർക്ക് ലാഭിക്കാൻ പറ്റുന്നത്. പക്ഷേ മൈക്രോസോഫ്റ്റ് ഒരു കൊല്ലം അവരുടെ ഡാറ്റാ സെൻറ്റർ കൂൾ ചെയ്യാൻ മാത്രമായിട്ട് അവർ ചെലവിടുന്ന പൈസ $1.5 ബില്യൺ ആണ്. ഈ ഡാറ്റാ സെൻറ്ററുകൾ അവർ വാട്ടർ ടൈറ്റായുള്ള പോഡുകളിൽ കയറ്റും. അതുപോലെ ഈ പോഡുകളിൽ ഈ ഡാറ്റാ സെൻറ്ററുടെ ചൂട് കടലിലേക്ക് വിടാനായി ഹീറ്റ് എക്സ്ചേഞ്ചറും ഉണ്ടാകും. എന്നിട്ട് ഇതൊരു 200 മീറ്റർ അടിയിലേക്ക് എത്തിച്ചാൽ തന്നെ അവർക്ക് 55 ഡിഗ്രി ഫാരനൈറ്റ് തണുപ്പിൽ ഈ ഡാറ്റാ സെൻറ്റർ വെക്കാൻ പറ്റും. അപ്പോൾ തന്നെ നല്ല എക്സലൻറ്റ് പെർഫോമൻസ് നമുക്ക് ലഭിക്കും. പിന്നെ ഇതുകൊണ്ട് ഇനിയും കുറേ ഉപയോഗങ്ങളുണ്ട്. ഇപ്പോഴുള്ള മിക്ക ഡാറ്റാ സെൻറ്ററുകളും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ റിമോട്ടായിട്ടുള്ള പ്ലേസുകളിലാണ്. കാരണം അവിടെ ഒരു ഡാറ്റാ സെൻറ്റർ സെറ്റപ്പ് ചെയ്യാൻ ചിലവും കുറവായിരിക്കും, ഇലക്ട്രിസിറ്റി ബില്ലും കുറവായിരിക്കും. പക്ഷേ ഈ അണ്ടർ വാട്ടർ ഡാറ്റാ സെൻറ്ററുകൾ വരുന്നതോടെ നമ്മൾക്ക് എവിടെ വേണമെങ്കിലും ഒരു ഡാറ്റാ സെൻറ്റർ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. മിക്ക കടലോരങ്ങളിലും നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും.
അതുമാത്രമല്ല കടലോരങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നത്. മീൻസ് ഇന്ത്യ, ചൈന എല്ലാം ഒരു സീസൈഡ് കൺട്രീസാണ്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർ വാട്ടർ ഡാറ്റാ സെൻറ്റർ സെറ്റ് ചെയ്യുന്നതോടെ ഇവിടെയുള്ളവർക്ക് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ലഭിക്കും. ഇതുകൊണ്ടുള്ള ഏക പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും എറർ ഇതിൻ്റെ ഉള്ളിൽ ഈ ഡാറ്റാ സെൻറ്ററിൽ വന്നാൽ അത് ഫിക്സ് ചെയ്യാൻ വളരെ പാടായിരിക്കും. കാരണം ഒരു ഡൈവറെ കൊണ്ടുപോയിട്ട് ഉള്ളിൽ എത്തിയിട്ട് ഫിക്സ് ചെയ്യലെല്ലാം കുറച്ച് പണിയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് അവർ വേറെ എന്തെങ്കിലും സൊല്യൂഷനായിട്ട് വരേണ്ടി വരും. ഈ അണ്ടർ വാട്ടർ ഡാറ്റാ സെൻറ്ററുകൾ പോപ്പുലർ ആവുന്നതോടെ ഈ ഡാറ്റാ സെൻറ്ററുകൾ എമർജ് ചെയ്യുന്ന സ്പീഡും വർദ്ധിക്കും. കാരണം ഇപ്പോൾ ലാൻഡിൽ ഒരു ഡാറ്റാ സെൻറ്റർ തുടങ്ങണമെങ്കിൽ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. ആ സ്ഥലത്തിൻ്റെ ടോപ്പോഗ്രഫി, അതുമാത്രമല്ല വളരെയധികം പൈസ മുടക്കിയിട്ട് സ്ഥലം വാങ്ങേണ്ടി വരും. അത് സെറ്റപ്പ് ചെയ്യാൻ തന്നെ വളരെയധികം സമയമെടുക്കും. പക്ഷേ ഈ അണ്ടർ വാട്ടർ ഡാറ്റാ സെൻറ്ററുകൾ വളരെ വേഗം സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻസ് കുറവാണ്. ലാൻഡിലാണെങ്കിൽ കൂടുതൽ പെർമിഷൻസിൻ്റെ ആവശ്യം വേണം. പക്ഷേ ഇതിനാണെങ്കിൽ അധികം പെർമിഷൻസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഫാക്ടറിയിൽ നിന്ന് ഡാറ്റാ സെൻറ്റർ ആക്കുക, എന്നിട്ട് ഫിക്സ് ചെയ്യുക, അത്ര എളുപ്പമാണ്. ഇങ്ങനെ ഒരു ഐഡിയ കൂടുതൽ പോപ്പുലർ ആയാൽ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഈ ഡാറ്റാ സെൻറ്ററുകൾക്ക് ലാൻഡിലുള്ള എന്തെങ്കിലുമായി കണക്ഷൻ വേണ്ടി വരില്ലേ എന്ന്. അതെ, വേണ്ടി വരും. ഒരു ഡാറ്റ ലൈനിലേക്കും ഒരു പവർ സോഴ്സിലേക്കുമായിരിക്കും ഇതിന് ഇപ്പോൾ കണക്ഷൻ വേണ്ടി വരിക. ഇപ്പോൾ കറൻ്റ്ലി സ്കോട്ട്ലൻഡിലുള്ള ഈ അണ്ടർ വാട്ടർ ഡാറ്റാ സെൻറ്റർ പവർ വലിക്കുന്നത് ഒരു വെൻഡ് മില്ലിൽ നിന്നാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഡാറ്റാ സെൻറ്ററിൻ്റെ ആവശ്യമില്ലെങ്കിൽ നമ്മൾക്കത് അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ എവിടെയെങ്കിലും വെക്കാനും പറ്റും. അപ്പോൾ ഡാറ്റാ സെൻറ്ററുകളുടെ ഫ്യൂച്ചർ തന്നെയാണ് ഈ അണ്ടർ വാട്ടർ ഡാറ്റാ സെൻറ്റേഴ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതുമാണ്. അപ്പോൾ അടുത്തതായി ഒരു വീഡിയോ വരുന്നത് വരെ ദിസ് ഇസ് ആർ എൻ ബ്രിജേഷ് സൈനിങ് ഓഫ്.